അപ്പോൾ ദേ ഇന്നലെ പറഞ്ഞ കസിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദേ ഇന്ന് പോകുന്നത്. ഒരു 11 മണിയായപ്പോഴേക്കും ഞാൻ ദേ റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. കല്യാണം ആണെങ്കിൽ ഇട ദിവസം വേണ്ട നമുക്ക് ഇന്ന് വർക്കിന് കയറണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു 11 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചൊരു ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ച് കയറാം എന്നൊരു പ്ലാനിലായിരുന്നു കേട്ടോ അമ്മ. അതുകൊണ്ട് തന്നെ അവൻ എന്നെ അമ്മയുടെ ക്ലിനിക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോയട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴായിരുന്നെങ്കിൽ ഞാൻ ഷോളൊക്കെ ഇട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും അമ്മ പറഞ്ഞു ഷോൾ ഇടാത്ത നല്ലതെന്ന് പറഞ്ഞത് അവിടെ തന്നെ ഞാൻ ഊരി വെച്ചായിരുന്നു. എന്നാണെങ്കിൽ എനിക്ക് ഒട്ടും സമയം തികഞ്ഞില്ല എന്നിട്ട് റെഡി ആവാനായിട്ട്. എല്ലാം കഴിഞ്ഞ അവസാനം ഒന്ന് മിറർ നോക്കാൻ പോലും നേരം കിട്ടിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ സ്വസ്ഥമായിട്ട് ക്യാമറയിൽ നോക്കുന്നത് കേട്ടോ. ഒരു 11 കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിതേ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി നേരെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്കാട്ടോ പോകുന്നത്. ഇവിടുന്ന് തൊട്ടടുത്തുള്ള കപ്പട്ടിക അമ്പലത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ പരിപാടി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും കൂടി നടന്നാട്ടോ അങ്ങോട്ട് പോയത്. കെട്ട് നടന്നത് എറണാകുളത്ത് അമ്പലത്തിൽ വെച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞുള്ള ഫംഗ്ഷൻ ആയിരുന്നു ഇവിടുത്തെ അമ്പലത്തിലെ ഓഡിറ്റോറിയത്തിൽ കേട്ടോ. വന്ന പാട് തന്നെ നമ്മൾ ഒരു ജ്യൂസ് എടുത്ത് കുടിച്ചട്ടോ. അതിനുശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ അകത്തേട്ട് കയറി കേട്ടോ. അപ്പൊ ഈ സമയത്താണെങ്കിൽ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്പലത്തിലെ കെട്ട് കഴിഞ്ഞതിന് ശേഷം ആ സാരി മാറിയിട്ട് വേറെ സാരി എടുത്താട്ടോ ബ്രൈഡ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിവിടെ റെഡി ആവുന്ന സമയത്തായിരുന്നു കേട്ടോ നമ്മളിത് ഇവിടെ എത്തിയത്. നമുക്ക് ചെറിയ പോസ്റ്റ് ഒക്കെ കിട്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ വർത്താനം പറഞ്ഞ സമയം പോയത് അറിഞ്ഞേയില്ലായിരുന്നു. അങ്ങനെ താലമൊക്കെ ആയിട്ട് ആദ്യം ഗ്രൂമിന്റെ എൻട്രി ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ബ്രൈഡിന്റെ എൻട്രി ആയിരുന്നു കേട്ടോ. സ്റ്റേജിൽ വെച്ച് പിന്നെ മാലയിടൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പുറത്തേട്ട് ഇറങ്ങി കേട്ടോ. ഓഡിറ്റോറിയത്തിനുള്ളിൽ നിന്ന് പുറത്തേട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ നല്ല കാറ്റായിട്ട് പിന്നെ നമ്മൾ ഇവിടെ തന്നെ കൂടി കേട്ടോ. ഇവിടെയാണെങ്കിൽ അമ്പലത്തിൽ ഇതേപോലെ നിറച്ച് സ്റ്റെപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് വിശാലമായിട്ട് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാം കേട്ടോ. പിന്നെ കല്യാണത്തിനും ഇതേപോലെ കുറച്ച് ഫോട്ടോസ് എടുക്കലൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയായിരുന്നു കേട്ടോ. വലിയ തിക്ക് തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ സദ്യ കഴിക്കാൻ. അതുകൊണ്ട് തന്നെ നല്ല സമാധാനത്തിൽ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റി കേട്ടോ. അത് മാത്രമല്ല സദ്യയിലെ ചോറും കറികൾക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചൊരു 1:45 2 മണിക്ക് ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. അപ്പോൾ ഓക്കെ ബൈ.